അയ്യോ ഭഗവാനെ, എന്റെ കഥയുടെ കഥ കേൾക്കാൻ ഇവിടെ ആരും ഇല്ലേ? അയ്യോ, എന്ത് സംഭവിച്ചടാ? നീ എന്താടാ ഇങ്ങനെ ഈ വേഷത്തിൽ വന്നിരിക്കുന്നത്? ഇതൊക്കെ ഉടുക്കാൻ അയ്യോ ഞാൻ പുല്ലി. എടാ പറ, എന്ത് 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 സംഭവിച്ചത്? പറയാളിയാ പറയാ. അളിയാ ഇത്രേ ഉള്ളൂ, ഇതിനൊക്കെ പരിഹാരം ഉണ്ടളിയാ. എന്തോന്ന് പരിഹാരോടാ? അതിനല്ലേ നമ്മളെ സർക്കാർ വേറെ തുറന്നു വെച്ചിരിക്കുന്നത്. വേറെ 2000 രൂപ നമുക്ക് അടിച്ച് പൊളിച്ച് നേരം വെളുക്കുന്നവരെ. 2000? ഈ സങ്കടം മാറാൻ പറ്റുമെങ്കിൽ ഞാൻ 10,000 രൂപ ചിലവാക്കൂടാ. അളിയാ 10,000? ഏഴ് പൈസ എന്നാ? ഞാൻ സുരേഷിന്റെ അടുത്ത് വിളിച്ച് പറഞ്ഞിട്ടുണ്ടോ, അവൻ വരുമ്പോ തരാം പൈസ. ഇപ്പൊ വരുമോ? അത് കുഴപ്പമില്ല അളിയാ, ഞാൻ വണ്ടിക്ക് ഫിനാൻസ് അടയ്ക്കാൻ പറ്റില്ല, പൈസ ഇരിക്കും, നമുക്കിന്ന് വിളിക്കാം. നീ പോയിട്ടോ, പെട്ടെന്ന് വാങ്ങിച്ചോട്ട് പോടാ, കുടിച്ച് ഞാൻ ലഹരി ആവട്ട് പോടാ. അളിയാ ഞാൻ ഇപ്പൊ വരും. ഓ പെട്ടെന്ന് വാങ്ങിച്ചോട്ട് വാ നീ. എടാ ഒന്ന് പോടാ, പോണെങ്കി തിരിഞ്ഞു നോക്കി നടക്കാതെ. ഞാനിപ്പോ ചാവേ. തറയില് വെച്ച ഉറുമ്പരിക്കും, തലയിൽ വെച്ച പേനരിക്കും എന്ന് പറഞ്ഞല്ലേ ഭഗവാനെ. ഞാൻ എന്റെ നെഞ്ചില് വെച്ച് കൊണ്ടുവന്നു. എനിക്കെന്നെ ജീവിക്കണ്ട. എന്തോന്നടാ നിന്റെ കരച്ചിൽ അങ്ങ് കുളത്ത് വരെ കേക്ക. എന്താണ് നീ കാണിക്കുന്നത്? എന്തോന്ന് പോയി? അവള് പോയടാ. എടേ നിന്റെ അടുത്ത് ഞാൻ പറഞ്ഞടാ, സ്വന്തം വീട്ടിലെ പട്ടി നമ്മളെ നോക്കി കുരയ്ക്കുമ്പം മനസ്സിലായിക്കോണം അതിന് വേറെ എവിടെ നിന്ന് ആഹാരം കിട്ടി തുടങ്ങി. വേറെ എവിടെ നിന്ന് ആഹാരം കിട്ടിയാലും ഞാൻ വിളിക്കുമ്പോ അത് വാലാട്ടോടാ. നിനക്കറിയാമോടാ, എന്റെ സിന്ധു അവള് പാവണ്ട, വെറും പാവം. ആദ്യം ഒരു കല്യാണം കഴിഞ്ഞു, അവനെ അവൾ ഇട്ടിട്ട് പോയി. പിന്നെ രണ്ടാമതൊരു കല്യാണം കഴിഞ്ഞു, അതും അവൾ ഇട്ടിട്ട് പോയി. പിന്നെ മൂന്നാമത് സതീഷ് ബാബു എന്റെ കൂട്ടുകാരൻ, അവള് മൂന്നാമത് കല്യാണം കഴിച്ചു, അവനെ അവള് തേച്ചിട്ട് പോയി. പിന്നെ ഞാൻ വന്നടാ, ഇപ്പൊ എന്നെ അവള് പറ്റിച്ചിട്ട് പോയടാ. എനിക്ക് ജീവിക്കണ്ട. ഒന്നും രണ്ടും അല്ല, 4 എണ്ണം. അപ്പൊ ഇപ്പൊ പെയ്യത് 5ാമത്തെ. ഇവിടെ ഈ 5ാമത് പെയ്യ ആളുകൾ എന്തെന്നറിയാമോ, ഈ അമ്പലത്തിൽ വെക്കില്ലേ, അത് പറഞ്ഞ് വിളിക്കണം. ഇവിടെ 1 കഴിഞ്ഞ് 2ആയപ്പോ തന്നെ അത് വിളിച്ചു തുടങ്ങാണ്ടാണ്. നിന്നെയൊക്കെ തൂക്കി അടിച്ച് കളയാനും ആളില്ലല്ലോ. പറയാൻ നിനക്കൊന്നും വേറെ ജോലിയില്ല. നിന്റെ ചിന്തു അവൾ എന്നെ എവിടെ പോയാലും എന്തൊക്കെ ചെയ്തിരുന്നാലും എന്റെ മനസ്സിലെ സ്നേഹം പറൂല, സത്യം പറൂല. എനിക്കൊരു കാര്യം അറിയാമോ, അവള് തുമ്മിയാ എനിക്ക് വരും. ഞാൻ അത്രയ്ക്ക് അവളെ സ്നേഹിച്ചളിയ. ഉണ്ണി പോയി ചാരായി വാങ്ങാൻ വരട്ടണം, വന്നിട്ട് ഞാൻ ഇന്ന് കുടിച്ച് മരിക്കും. നോക്കിക്കോ, സത്യം. ആത്മാർത്ഥ സ്നേഹം ആർക്കും അറിഞ്ഞൂടാ. നമ്മൾ സ്നേഹിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കും. അവര് വിചാരിക്കുന്നത് ചുമ്മാ കിട്ടണില്ലേ, അങ്ങ് പോട്ടെന്ന്. നീ കളാ പോട്ട്. അളിയാ, നിന്റെ ഭാര്യ പോയപ്പോ നീ എങ്ങനെടാ ഈ വിഷമം താങ്ങിയത്? അതൊരു സംഭവമാണ് അളിയാ. എടാ, നമ്മൾ ജോലി ചെയ്ത് ആദ്യം നമ്മൾ ചിന്തിക്കുന്നത് നമ്മളെ ഭാര്യ മക്കള് എല്ലാവർക്കും ഈ പൈസ കൊണ്ട് ഉപകാരപ്പെടുന്നു. പക്ഷെ പെണ്ണുങ്ങൾ ജോലിക്ക് ഇറങ്ങിയ അവരാദ്യം ചിന്തിക്കുന്നത് ഭർത്താവിന്റെ ആശ്രയം ഇല്ലാതെ ജീവിക്കാൻ. അതാണ് എൻ്റെ വീട്ടിൽ സംഭവിച്ചത്. ഈ പുല്ലന്റെ മോക്ക് വേണ്ടിയിട്ട് എൻ്റെ അമ്മയെ വരെ ഞാൻ ഓടിച്ചു വിട്ടു. അമ്മ കുളിച്ചപ്പോൾ അവളെ സാരിയിലെ പുറത്തു ശകലം വെള്ളം വീഴുന്നതിന് അമ്മ ഇനി പറയാനില്ല. എൻ്റെ അടുത്ത് വന്ന് അവള് പറഞ്ഞത് ആ പാവപ്പെട്ട അമ്മയെ ഞാൻ ഇനി പറയാനില്ല. അങ്ങനെ ഞാൻ എന്ത് തരുമ്പോ അമ്മയെ പറഞ്ഞു വീട്ടിൽ നിന്ന്, അമ്മ സഹോദരി വീട്ടിൽ. ഇവള് ഈ ജോലി കിട്ടിയില്ല, ഇവള് വേറൊരുത്തോടെ പോവുകയും ചെയ്തു. പിന്നെ അമ്മയും ഇല്ല, എവളും ഇല്ല. ഞാൻ എന്ത് തരാൻ? പിന്നെ അമ്മയെ പോയി വിളിച്ചോണ്ട്. എടാ, ഈ ഭൂമിയിൽ നമ്മൾ എന്തൊക്കെ തെറ്റ് ചവിട്ടിയാലും ഇടിച്ചാലും തൊഴിച്ചാലും നമ്മളെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്ന ആരെന്നറിയാം? ഈ ഇവൾമാരല്ല, സ്വന്തം അമ്മ. അവർക്ക് നമ്മൾ എന്തൊക്കെ ചെയ്താലും, നമ്മളിനെ അവരെ താർക്കിച്ച് തുപ്പിയാലും അവർ നമ്മളെ നെഞ്ചോട് ചേർത്ത് അവർക്ക് ആയുസുള്ള കാലഘട്ടം. അത് തിരിച്ചറിയുമ്പം ഇങ്ങനെയുള്ള മാപ്പിളി പെണ്ണുങ്ങളെ ഫ്രണ്ടിൽ നിന്ന് നമ്മൾ പോകില്ല. അങ്ങനെയാണ് ഞാൻ ഹാപ്പിയായിട്ട് നടക്കുന്നത്. പിന്നെ മദ്യം ഇതിനൊരു പരിഹാരമില്ല. മദ്യം വെച്ച് നീ നഷ്ടപ്പെടും. അവള് സുഖിച്ച് നീ 2 അടിച്ച് വിറ്റായി ഇരിക്കുമ്പോൾ ഓഞ്ഞിരിക്കുമ്പോൾ അവൾ അതൊരു ബൈക്കിൽ മറ്റവൻ്റെ പോകുമ്പോൾ ആർക്കാണ് അവള് സുഖിച്ചിരിക്കുന്നത്? നീ പോടാ, മദ്യത്തിനെ കളഞ്ഞിട്ട് നീ കുറച്ചു നേരം ശ്വാസം മേളിലോട്ടും താഴോട്ടും എടുത്ത് വിട്ടു നോക്കും. അപ്പോഴും സമാധാനം വരും. കൈ കിടന്ന് ഉറങ്ങി സമാധാനമായിട്ട് കിടന്നു. അല്ലെങ്കിൽ എൻ്റെ ഉളവാ, അല്ലെങ്കിൽ നമുക്കൊരു സിനിമയ്ക്ക് പോകും. ഇതെല്ലാം മാറൂടാ. മനുഷ്യൻ വിചാരിച്ച മാറാത്ത കേസുണ്ട്. നീ പറഞ്ഞപ്പോണ് ഞാൻ ഒരു കാര്യം ആലോചിച്ചത്.
ഇവളെ വാക്കും കേട്ടോണ്ട് ഞാൻ എന്റെ അച്ഛനെടുത്ത് കെട്ടിലിട്ടട. മണ്ടായി മണ്ടനെന്നാ നീ കൂടുതൽ വർത്താനൊന്നും പറയണ്ടളിയാ. നീ അവളെ വാക്കും കേട്ടോണ്ട് നിന്റെ അമ്മയെ കൊണ്ട് നിന്റെ സഹോദരന്റെ വീട്ടിലിട്ടില്ലേ? അത് സ്നേഹിച്ച് പറയുമ്പോ അറിയാതെയൊക്കെ. അവളുകളെ സ്നേഹത്തിന് മുമ്പിൽ നമ്മൾ തുണി വരെ അഴിച്ചായിട്ട് കളഞ്ഞിട്ട് നിൽക്കോടാ. പിന്നെ വേറൊരു കാര്യം, നീ പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ ഇനി കള്ളുകൂടി നിർത്തി, നമുക്ക് സിനിമയ്ക്ക് പോവാം. പിന്നെ നീ ഉണ്ണി കൊണ്ടുവേണ ചാര എന്തിനു നമ്മള് ആ വീട്ടിൽ കളയിട്ട് അവൻ ഒഴിച്ചു കളയിട്ടൊന്ന് മദ്യമാക്കി അവിടെ പൈസ പൈസയാ? ഞാൻ നിന്നെ ഫോൺ ചെയ്ത് ചോദിച്ചില്ലേ കുറച്ച് പൈസ ഉണ്ടല്ലോ എനിക്ക് തരാൻ വേണ്ടിട്ട്? അതിന്റെ പൈസ എന്റെ ഞാൻ തരാന്ന് വിചാരിച്ചേ. ഓ, അവൻ ചിട്ടിക്ക് കൊടുക്കേണ്ട പൈസയും കൊണ്ട് പോയെന്ന് ഉണ്ണി. അവൻ കള്ള് വാങ്ങിച്ചോണ്ട് വരുമ്പോൾ പൈസ കൊടുത്താൽ മതിയെന്ന് പറഞ്ഞു. അത് അവൻ കൊണ്ട് കുടിക്കട്ടെ. നീ എന്റെ ഒരു കാര്യം ചെയ്യും, നീ വാ വീട്ടിൽ പോയി ആഹാരം കഴിച്ചിട്ട് നമുക്ക് സിനിമയ്ക്ക് വാ. അപ്പൊ കൊടുക്കണ്ടേ പൈസ? നീ വാരാ അവൻ ഒറ്റയ്ക്ക് കുടിക്കോ? അവൻ അല്ലെങ്കിൽ അങ്ങനെ തന്നെ ആൾക്കാർ നീ സക്കട വന്ന് അവന്റെ കയ്യിൽ വെച്ചില്ല അനുഭവിക്കില്ല ചിട്ടിയുടെ പൈസ. സാധനം വണ്ടി ഇരിക്കട്ടെ. ഇനി ഇവിടെ കോവിലായതുകൊണ്ട് ഇനി എവിടെയൊക്കെ കൊണ്ടുവച്ച് കുടിച്ചെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഇനി അതൊരു വിഷയം. അളിയാ, അളിയോ, വിനോദേ, അളിയാ, അളിയോ, ഏയ് കാണാനും ഇല്ലല്ലേ. ഇവ എന്നെ വശമായിട്ട് തേച്ചെന്ന് തോന്നണല്ല. ശോ, എന്റെ ദൈവമേ, എനിക്കിത് വേണം. കാള വെറ്റെന്ന് കേൾക്കണതിന് മുമ്പേ കയറെടുക്കും. എന്തായാലും ഫിനാൻസുകാർ വണ്ടി കൊണ്ടുപോകും. ഇനി ഒരാഴ്ച ഇരുന്ന് കുടിച്ച് തീർക്കാം, അല്ലാതെ എന്ത് ചെയ്യാൻ.